മത്തങ്ങക്കറി ഉണ്ടാക്കാൻ പോണേ. അതിനാവശ്യമായ കുറച്ച് മത്തങ്ങ, 2 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലിട്ട് വയ്ക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ അല്പം ഉണക്കക്കൊഞ്ച് കൂടെ, മത്തങ്ങ ഉണക്കക്കൊഞ്ച് കറിയേ. ഇത് ഞാൻ കഴുകി വാരി വെച്ചേക്കുവാണ്. ഇതും കൂടി ഇതിൻ്റെ ഇട്ട് കൊടുക്കും. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വേവുള്ളൂ. നമുക്ക് ഗ്യാസും ലാഭമാണ്, സമയവും ലാഭമാണ്. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. അത് വേവത്തക്ക രീതിയിൽ അല്പം വെള്ളം ഒഴിക്കും. ഒരു വിസിലടിച്ചാൽ മതി, പെട്ടെന്ന് വേവുന്നതാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാവേ, അല്പം മഞ്ഞൾപ്പൊടി. അപ്പം നമുക്കിതിനെ വേവിച്ചിട്ട് വരാം. അപ്പോഴത്തേന് ഇതിനാവശ്യമായ തേങ്ങയൊക്കെ അരച്ചെടുക്കാം. ഇവിടെ മത്തങ്ങ കുക്കറി വെച്ചിട്ടുണ്ട്. അത് വേകുമ്പോഴത്തേന് ആവശ്യത്തിന് അരച്ചിട്ട് വരാൻ. തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2-3 കൊമ്പ് വെളുത്തുള്ളി, ഒരു 3 ഉണക്കമുളക്. ഇത് അത്യാവശ്യം എരിവുള്ള ഒരു മുളകാണ്. ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിൻ്റെ അനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ഇടും. അല്പം ജീരകം, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാതെ. ആവശ്യത്തിന് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്, നല്ലൊരു ശകലം മാറി. ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കും. കറിക്കുള്ള തേങ്ങ അരച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി അത് വെന്തിട്ട് നമുക്ക് കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കടുക് പൊട്ടിക്കാവേ. അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി അതിലേക്ക് ചോദിച്ച് 2 വറ്റൽമുളക്, നമുക്കറിയാം. ഇച്ചിരി തേങ്ങയാണ് അങ്ങോട്ടിട്ടുള്ളത്. മത്തങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്തോളൂ. തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാനങ്ങ് ഇട്ടന്നേ ഉള്ളൂ. കൊഞ്ചും മത്തങ്ങയൊക്കെ നല്ലപോലെ വെന്ത്. ഇതിലേക്ക് ഇനി അരച്ച് വെച്ചിരുന്ന അരപ്പിടാം. ജാറിച്ചിരി കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊരു ചെറിയൊരു തിള വന്നാൽ മതി, ഒത്തിരി തിളയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് തിളയ്ക്കാം. ഈ പരുവത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒത്തിരി നീണ്ടു പോകരുത്, ഒത്തിരി കുറുകയും ചെയ്യരുത്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടാനൊരു കറിയാണ്. ഉപ്പ് ആവശ്യമുണ്ട് ഇടുക. കുറച്ച് നമ്മൾ അത് വേവാൻ വേണ്ടിയിട്ട് ഇട്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കും. ഇത് തിള വന്നിട്ടുണ്ട്. അധികം ഒത്തിരി തിളയ്ക്കണ്ട. നമുക്കിതിലേക്ക് ഇനി വറുത്ത് വെച്ച് ഈ മുളകും എല്ലാം കൂടെ, കടുക് പൊട്ടിച്ച് വെച്ചിരുന്ന മുളകും എല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. ഇവിടെ മത്തങ്ങ ഉണക്ക കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട്. മത്തങ്ങ എരിശ്ശേരി ഇങ്ങനെ തന്നെയല്ലേ വയ്ക്കുന്നത് ആണല്ലോ. അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അല്പം കൊഞ്ചൂടെ ചേർത്തങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളേ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഉണക്കക്കൊഞ്ച് മത്തങ്ങ കറിയും ഇച്ചിരി ഒഴിച്ചു, ഇച്ചിരി ക്യാബേജ് തോരനും, ശകലം മാങ്ങ അച്ചാറും കൂടെ ഒന്ന് ഇളക്കി ഒരു പിടി പിടിച്ചാൽ എന്താ ടേസ്റ്റാണ്. ഒന്ന് നോക്കിക്കാൻ നിങ്ങൾ. ചോറിപ്പോൾ ചൂടാണ്. ക്യാബേജ് തോരൻ, അച്ചാർ, നമ്മുടെ മത്തങ്ങ ഇട്ടുള്ള ഉണക്കക്കൊഞ്ച് കറി നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.